നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചടയമംഗലത്ത് ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പാറ കല്ലടപ്പള്ളി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന പാറക്കോറികൾ വളരെ ദുരിതപൂർണമാകുന്നു എന്നാണ് ജന അഭിപ്രായം. എന്നാൽ അതോടൊപ്പം തന്നെ വീണ്ടും പുതിയ 2 കോറികൾ അനുവദിക്കുന്നു എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ട് 24/6/2025 ജൂൺ മാസം ചടയമംഗലം ശ്രീപത്മം പാലസിൽ വെച്ച് അതിന്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുകയാണ്. ഒപ്പം കോൺഗ്രസ് സമരരംഗത്തേക്കും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ചടയമംഗലത്തെ മുതിർന്ന പൊതുപ്രവർത്തകരും ചടയമംഗലത്തെ നിരവധി സമരങ്ങളുടെ നേതൃത്വം വഹിക്കുകയും ചെയ്ത ശ്രീ കെ ശിവദാസൻ പിള്ള അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് വിജയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഇപ്പോൾ 2 കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്ന് പുതിയതായിട്ട് ഒരു 2 കോറികൾക്കുള്ള ഹിയറിംഗ് നാളെ നടക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഇതിനകത്ത് സമരവും പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സാർ ഇതിനെ എങ്ങനെ വീക്ഷിക്കുന്നു? എന്നെ സംബന്ധിച്ച് നമ്മൾ സമൂഹത്തിന് ദോഷം വരുന്നതായ വിഷയങ്ങളിൽ ഞാൻ സാധാരണ ഇടപെടാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിലെ ചിന്തയാണ്, അത് നമ്മൾ വേറൊന്നും ചിന്തിക്കാറുണ്ട്. അപ്പം ഈ പാറക്കോറിയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ശരിക്കും ഞാൻ ഇവിടെ ഒരു പാറക്കോറി പോകാനായിട്ട് ചങ്ങനാശ്ശേരി നിൽക്കാറ്. എന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മതത്തിന് പിന്നെ ഒന്നും ചിന്തിക്കാതെ ഒരു 10-25 പേര് ഒരു ദിവസം എന്നെ കാണാൻ പറ്റും. തൊട്ടടുത്ത് എടുക്കുവാറുന്ന സ്ഥലത്ത് അവരവരുടെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയക്കാരും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് അവർ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്നോട് ഈ വിഷയം പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ പഞ്ചായത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സമിതി എല്ലാം കൂടെ ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ ചേട്ടനും കൂടെ അവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു. വണ്ടി വിടാമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി വേണ്ട, എനിക്ക് ഇവിടെ നടന്നു വരാനുള്ള ദൂരമുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ വികാരം ഞാൻ മനസ്സിലായി. അത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്ന് നേരിട്ട് കണ്ട സമയത്ത് കുറേ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കൊച്ചു കുടിലും അതും ഇതുമായിട്ടൊക്കെ എത്തിയ ആൾക്കാർ. ഈ പാറ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന പാറയാണ്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പാറ ഉരുണ്ടു വന്ന് താഴെ ഭാഗത്തുള്ള എല്ലാ കുടിലുകളും ആൾക്കാർ നശിക്കും എന്ന് എനിക്ക് ബോധ്യം. ഞാൻ അവരോട് പറഞ്ഞ് ശക്തമായി നിങ്ങൾ നീക്കുക. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 100-150 പേരാണ്. നിങ്ങൾ ധൈര്യമായിട്ട് നീക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷേ ആ പാറക്കോറിക്ക് തുടങ്ങാൻ വന്ന മിഷനറി അവിടെ കൊണ്ടുവന്ന് ആ മിഷൻ അവിടെ കിടന്ന് തന്നെ നശിച്ചു പോയി. അതിന്റെ ഓണർ 2 പ്രാവശ്യം എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്ന് പരിചയപ്പെട്ടു പോയി. 2ാമത് പറയുന്നത് ഒരു വലിയ പൊതി കയ്യിലുണ്ടായി. ആ പൊതി എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ പൊതിയാണ്. അത് ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു, മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അയാൾ കാര്യമൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോ സമയത്ത് ഞാൻ പറഞ്ഞ്, ഈ പിന്നെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു, ചേട്ടാ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളത് എന്നോട് പറയണ്ട, അവിടെയുള്ള ജനങ്ങളോട് ഇന്ന് പറയാൻ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ പൊതി അവിടെ വെച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഞാൻ ഇയാളെ തിരിച്ചു വിളിച്ച് വെച്ചാൽ, അയ്യോ നിങ്ങൾ കൊണ്ടുവന്ന് പൊതി പിടിക്കുന്നത്, അത് ചേട്ടാ അവിടെ ഇരിക്കട്ടെ. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നമ്മള് ഇതിന്റെ പേരില് ഇത്രയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരാണ് നമ്മൾ ദ്രോഹിക്കേണ്ടി വരുന്നത്. എനിക്ക് ഒരു പക്ഷേ സൂഹിക്കാം, എനിക്ക് സമ്പത്തുണ്ടാവും എന്നുള്ളത് ഇതിനൊക്കെ വരാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന, നമ്മളിൽ വിശ്വാസം അർപ്പിച്ചാണ് ഈ ആൾക്കാർ നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംരക്ഷിക്കുക, നമ്മളെ കഴിയുന്ന രീതിയിൽ. നമ്മൾ ഇത്ര വലിയ ആളെന്ന് പറഞ്ഞത് എന്നാ കഴിയുന്ന രീതിയിൽ പൊതുരംഗത്ത് നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുന്നവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ ഇതിൽ ബന്ധപ്പെട്ടത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്, വേറെ ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അപ്പം ഈ പാറക്കോറിയെ സംബന്ധിച്ച് നമുക്ക് ഈ പാറക്കോറി എന്ന് പറയാൻ, നമ്മൾ പാറക്കോറി ഇതാ പറയുന്നത്. പാറ കുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പാറയും കുന്നും നമ്മുടെ ഭൂമിയുടെ പിന്നെ ആണിയാണ്. ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ഭൂമിയുടെ ആണിയാണ് പാറയും പിന്നെ കുന്നുകളും. അത് ഭൂമിക്ക് ഐശ്വര്യം തരുന്നതോടൊപ്പം തന്നെ
ഈ പാറകള് ഭൂമിയെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പാറ കുന്നുകളും നശിപ്പിക്കുന്നതിന്റെ പേരിലാണ് ഇന്ന് ഈ നടക്കുന്ന ദുരന്തങ്ങൾ മൊത്തവും. ഇന്ന് വയനാടിലും മറ്റു സ്ഥലങ്ങളിലും ഇടുക്കിയിലും അവിടെയൊക്കെ നടക്കുന്ന ഈ ദുരന്തങ്ങൾ ഇത് പാറ ഭൂമി ലോലമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന സമയത്ത്, കാരണം ആയിരക്കണക്കിന് ആൾക്കാരാണ് മരണപ്പെടുന്നത്, ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, വീടുകൾ നഷ്ടപ്പെടുന്നു, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് പാറക്കോറി ഉപയോഗിക്കുന്നതിന് പാറ പൊട്ടിക്കുന്നതിന് ഒരു പക്ഷേ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ പറയും. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഇന്ന് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാല് പാറ പൊട്ടിച്ച് അഗാധമായ ഗർത്തത്തിലേക്ക് പോവാണ്. അത് ഭൂമിയുടെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്നതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് ഞാൻ ഇന്ന് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയക്കാര് എല്ലാത്തിനും കൂട്ടിയിരിക്കുന്നില്ല ഒരു സമയം. അത് പൊതുപ്രവർത്തനം അതിനുള്ള അല്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ പിന്നീടുള്ള ഒരു സംഗതി മറ്റ് സമൂഹത്തിനുമായിട്ടുള്ള ബന്ധമല്ല, അവർക്കുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അതിൽ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പാറക്കോറി ഈ രീതിയിൽ സമൂഹത്തെ നാടിനെ നശിപ്പിക്കുന്നതിൽ വരുന്നതിനോട് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ശക്തമായി എതിർപ്പുണ്ട്. പിന്നെ ഇന്ന് സമരത്തിനാരെങ്കിലും തയ്യാറാവുന്നു. ഇതൊക്കെ നമ്മൾ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ സമരം നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ സമരം നടത്തുക അപ്പോഴും അതിന് ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. ആ ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് അത് വിജയിപ്പിക്കാൻ സാധിക്കുന്നത്. ആത്മാർത്ഥത ഉണ്ടാകുമ്പോഴാണ് ഈ പലരും നമ്മളോടൊപ്പം നിൽക്കുന്നതും നമ്മളോടൊപ്പം നിന്ന് കാര്യങ്ങൾ നീക്കാനും സാധിക്കുന്നത് അപ്പോഴാണ്. അങ്ങയുടെ വിലപ്പെട്ട സമയത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാക്ഷി ടിവിയോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. സാക്ഷി ടിവിക്ക് എന്റെ എപ്പോഴുമുള്ള നന്ദി നമസ്കാരവും. കാരണം ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളിൽ ഒരു ചാനൽ എന്നുള്ള നിലയിൽ നമ്മള് മാധ്യമം എന്നുള്ള നിലയിൽ ഇതുപോലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ സാക്ഷി ടിവി പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നും സാക്ഷി ടിവിയുടെ ഈ പ്രവർത്തനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. നന്ദി സാർ, നമസ്കാരം.